ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സുഹൃത്താണ്, കുടുംബ സുഹൃത്താണ്. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, നല്ല നിലയിലാണ് അവരായിട്ട് മുന്നോട്ട്. ബിസിനസ് പാർട്ണർഷിപ്പുകളും ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞു വിടാൻ വിട്ടിട്ട് പറഞ്ഞേക്കും. അത് കൃത്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ. അത് ഇഡിന്ന് പുറത്തു വരുന്ന ഇഡിയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ, ഏത് നിലയിൽ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഒരു നിയമപരമായി നേരിടാൻ തീരുമാനിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. നിയമപരം ഏത് അന്വേഷണം നടക്കും, ഒന്നും ഭയക്കാനില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇഡിയെ കുറിച്ച് പൊതുവേ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് പറയാനും ഒക്കെ മടിയുണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ഇഡി കേസുകളുടെ എണ്ണം, ഇഡി കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, ഇഡി കേസുകൾ ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട പല ഗൗരവമുള്ള കേസുകൾ അന്വേഷിക്കാത്ത പ്രശ്നം, ഈ കേരളത്തിന്റെ പല ഭാഗത്തും പലർക്കും ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി നേരിടാനാണ് തീരുമാനം. നിയമപരമായി നേരിടും. മറ്റ് ഈ 1, 2, 3, 4 ചോദ്യത്തിന് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, മാന്യമായി നിയമപരമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, അത് മന്ത്രിയായപ്പോഴോ MLA ആയപ്പോഴുള്ള ബന്ധമല്ല, കോളേജ് കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളുള്ളവർ, അവരെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്യും, ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതി ഉണ്ടാവുന്നു. അത് നമ്മുടെയൊക്കെ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും 1, 2 വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട്, എൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഞാൻ തുടരും. ആ പൊളിറ്റിക്സ് തുടരുന്നതിന്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇത്തരം കാര്യങ്ങൾ വന്നാലും കൂറുമാറി BJPയിലേക്ക് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന പോലെ പോവില്ല. തല അറക്കുന്നത് വരെ ഈ പാർട്ടിക്കകത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും.